Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ മോണോക്രോം ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് പ്രിന്ററായ എപ്സൺ M200 എന്ന പ്രിന്ററിന്റെ സ്കാനർ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൂഗിളിൻ്റെ ഒരു ഹോം പേജ് എടുക്കുക. അവിടെ എപ്സൺ M200 പ്രിൻ്റർ ഡ്രൈവർ എന്നാണ് കണ്ടില്ല, അവിടെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എപ്സൺ M200 പ്രിൻ്റർ ഡ്രൈവർ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് തന്നെ epson.co.in ആണ് ഈ വെബ്സൈറ്റ് തന്നെയാണ്. അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അവിടെ താഴെ നമുക്കിങ്ങനെ ഓപ്ഷൻസ് വരും. ഇവിടെ നമ്മൾ OS സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ കമ്പ്യൂട്ടർ വിൻഡോസ് 10 64 ബിറ്റാണ്, അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിച്ചത്. എന്നിട്ട് ഗോ എന്ന് കൊടുക്കുക. എന്നിട്ട് താഴെ ഡ്രൈവേഴ്സ് കണ്ടില്ലേ, ആ ഡ്രൈവേഴ്സിൽ സ്കാനർ ഡ്രൈവർ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ നെക്സ്റ്റ് പേജിൽ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ അക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡ് ആവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാളായി ചെയ്താൽ മാത്രമേ സ്കാനർ ഡ്രൈവർ വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതിന് മുമ്പ് പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഞാനത് ഓപ്പൺ കൊടുത്ത സമയത്ത് അത് ഇൻസ്റ്റാളേഷൻ ചോദിക്കുകയാണ്. ഇൻസ്റ്റാളിങ് അത് സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് എന്ന് എടുക്കുക. അവിടെ ടിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഈ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു, ആദ്യം നമ്മൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഈ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുകയുള്ളൂ, അല്ലെങ്കിൽ സ്കാനർ വർക്ക് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രിൻ്റർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യണം. യെസ്, ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. ഫിനിഷ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, എപ്സൺ സ്കാൻ 2 എന്നൊരു എപ്സൺ സ്കാൻ എന്നാണ് ആപ്ലിക്കേഷൻ. കണ്ടില്ലേ, ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്താൽ തീർച്ചയായും അത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്ത് സിസ്റ്റം ഓണായി വരികയാണ്. ഞാൻ ജസ്റ്റ് ഒരു വെള്ള പേപ്പറിൽ ടെസ്റ്റ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്തു, കൈകൊണ്ട് എഴുതി. എന്നിട്ട് അത് ഞാൻ ഈ സ്കാനർ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് പ്രിൻ്ററിൻ്റെ. എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. എപ്സൺ സ്കാനറിലെ ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. പല കമ്പ്യൂട്ടറിലും ഈ സ്കാനർ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട എറർ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മെത്തേഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ആ പ്രശ്നം സോൾവ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. കണ്ടില്ലേ, ഓപ്പൺ ചെയ്തു. താഴെ സ്കാൻ എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. കാരണം അത് വർക്കിംഗ് ആണോ അല്ലയാണോ അറിയാൻ ജസ്റ്റ് പ്രിവ്യൂ കൊടുത്താലും മതി. അപ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളവിടെ ടെസ്റ്റ് എന്ന് എഴുതിയ ഒരു പേപ്പർ ഞാൻ സ്കാനർ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഓക്കെ ആണെന്നാണ് അർത്ഥം. യെസ്, ഇതാക്കണ്ടില്ലേ. അപ്പോൾ എത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.